സി പി എമ്മിൻ്റെ കോട്ടയായ കണ്ണൂരിൻ്റെ കരുത്തിൽ വിള്ളൽ വീഴുന്നു. സംശയിക്കേണ്ട, അങ്ങനെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. പാർട്ടിയുടെ കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് ഒരു കാലത്ത് സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ.പി. ജയരാജനുമൊക്കെയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം കണ്ണൂർ പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചു. ഇപ്പോൾ നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. അണികൾക്കിടയിൽ സ്വാധീനം കുറവായിരുന്നെങ്കിലും പാർട്ടി സംവിധാനത്തിൽ കരുത്തനായ ഇ.പി. ജയരാജന് കാലിടറുകയും ചെയ്തു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നതിലൂടെ പാർട്ടിയിലെ പുതിയ ചേരികളുടെ ഉദയവും വ്യക്തമായി. ഇതിനിടയിൽ പി. ജയരാജനും കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. നിലവിൽ എം.വി. ഗോവിന്ദനും പി. ജയരാജനും ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇ.പി. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷവും സംസ്ഥാന സമിതിയിൽ ഇ.പിക്കെതിരെ പി. ജയരാജൻ വീണ്ടും ശക്തമായി രംഗത്ത് വന്നത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും കണ്ണൂരിലെ നേതാക്കൾ സംഘബലം കൊണ്ട് ഒരു കാലത്ത് പ്രതിരോധിച്ചിരുന്നു. എം.വി. രാഘവനെ പുറത്താക്കിയതും CMPയെ നാമാവിശേഷമാക്കിയതുമൊക്കെ ഈ കരുത്തായിരുന്നു. CATU വിഭാഗവും VS-ഉം തമ്മിലുണ്ടായ വടംവലിയിൽ കണ്ണൂർ ഒന്നടങ്കം VS-നൊപ്പം നിന്നു. അതൊക്കെ പഴയ ചരിത്രം. വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ VS വിമർശനമുയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിച്ച് അന്നത്തെ സെക്രട്ടറി പിണറായി വിജയന് കവചമൊരുക്കാൻ കണ്ണൂർ പടയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നു. ഒറ്റക്കെട്ടായി നിന്ന കണ്ണൂർ നേതാക്കളാണ് ഇപ്പോൾ ചിതറിത്തെറിച്ച് പല പല കഷ്ണങ്ങളായത്. CPM ബ്രാഞ്ച് യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് നേരെ ഉയരുന്ന രൂക്ഷ വിമർശനം ഒരു സൂചനയാണ്. പിണറായിക്കെതിരെ ഒരു വിമർശന സ്വരവും ഉയരാതിരുന്ന ജില്ലയാണ് കണ്ണൂർ. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണിപ്പോൾ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും വിമർശനങ്ങൾ ഉയർത്തുന്നത്. മുകേഷിന് നേരെ പരാതികൾ വന്നിട്ടും എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നു. അതേസമയം നടപടി നേരിട്ട ഇ.പി. ജയരാജന് അനുകൂലമായി ഒരു സ്വരവും ഔദ്യോഗിക പക്ഷത്തിൻ്റെ കരുത്തായിരുന്ന കണ്ണൂർ തട്ടകത്തിൽ നിന്ന് ഉയരുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും അണികൾ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിനെ തന്നെയാണ്. ഇത് ചെന്ന് തറയ്ക്കുന്നതെല്ലാം പിണറായിയുടെ നെഞ്ചത്താണ്. അൻവറിൻ്റെ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടിന് തെളിവായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും CPM-ൽ പിണറായി യുഗം അവസാനിക്കാറായി എന്ന് തന്നെ പറയാം.